നമസ്കാരം. വിഷുവാണ്. ഈ വിഷുവിന് വിഷുചിന്തകൾ നമ്മളോടൊപ്പം പങ്കിടുന്നതിന് വേണ്ടി, വിഷു പാട്ടുകൾ പങ്കിടുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് പ്രമുഖ നാടൻ പാട്ട് കലാകാരനായ ജയചന്ദ്രൻ കടമ്പനാടാണ്. പുലികാ 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 മണ്ണു പുലിക മാനം പുലിക നെല്ലു പുലിക നിലം പുലിക 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 പുലിക. ഒരു നാടൻ പാട്ട് കലാകാരൻ്റെ എന്ന് മാത്രമല്ല, നാടൻ പാട്ട് ഒരു ദർശനവും മതവും അനുഷ്ഠാനവും ജീവിതം തന്നെയായി, രാഷ്ട്രീയം തന്നെയായി പിന്തുടരുന്ന ഒരു കലാകാരനുമായ താങ്കളുടെ ദൃഷ്ടിയിൽ വിഷു എന്താണ്? വിഷു കാർഷികോത്സവമാണ്. അപ്പം കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നാടിൻ്റെ സംസ്കൃതികളും അതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളുമാണ് വിഷു എന്ന് പറയുന്നത്. വിഷു ഇന്ന് കാണുന്ന ഒരു വിഷുവിൻ്റെ ആഘോഷം ഒന്നുമല്ല പണ്ട് മനുഷ്യൻ കൊണ്ടാടിയിരുന്നതൊക്കെ. ഇന്നതിനെ വേറെ വിചിത്രമായ ഉത്സവങ്ങളും ആഘോഷത്തിൻ്റെയും വലിയ മാർക്കറ്റിൻ്റെയൊക്കെ ഇടങ്ങളായിട്ടത് മാറിയിട്ടുണ്ട്. പലപ്പോഴും വളരെ വേദനയുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ദുരിതത്തിൻ്റെയും ഒക്കെ ഓർമ്മപ്പെടുത്തലുകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിഷുക്കാലം എന്ന് പറയുന്നത്. സത്യത്തിൽ നാടൻ പാട്ടിൻ്റെയും ഉറവിടം ഇതൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ വിഷു നാടൻ പാട്ടും ഒന്ന് തന്നെയാണ് എന്ന് പറയാം. തീർച്ചയായിട്ടും. മണ്ണും പ്രകൃതിയും മനുഷ്യനും കൃഷിയും ദാരിദ്ര്യവും പട്ടിണിയും പ്രതീക്ഷയും സ്വപ്നങ്ങളൊക്കെ ചേരുന്ന ഒരു വലിയ സംവിധാനമാണത്. നെല്ലു പൊലിക നിലം പൊലിക വീടു പൊലിക വിളക്കു പൊലിക പന്തൽ പൊലിക ആളു പൊലിക അയലു പൊലിക ദിക്കു പൊലിക ദിക്കുദേശങ്ങളൊക്കെ പൊലിക കാടു പൊലിക നേരു പൊലിക നെറി പൊലിക പൂവു പൊലിക നെല്ലു പൊലിക പൊന്നു പൊലിക ധനം പൊലിക പുലിക 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 നാടു പൊലിക വെട്ടം പൊലിക സൂര്യൻ പൊലിക ചന്ദ്രൻ പൊലിക വെള്ളം പൊലിക നെല്ലു പൊലിക നിലം പൊലിക പുലിക പുലിക പുലിക. ജയചന്ദ്രൻ എന്ന ഗായകൻ ഇതേ ഉറവിടങ്ങളിൽ നിന്ന് തന്നെയാണോ ഉണ്ടായത്? ഇതേ ഉറവിടങ്ങളിൽ നിന്ന് തന്നെയാണോ നാടൻ പാട്ട് പഠിച്ചതും ആ രംഗത്തേക്ക് എത്തിയതും എന്നൊക്കെ അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാവും. ജയചന്ദ്രൻ എങ്ങനെയാണ് നാടൻ പാട്ടിലേക്ക് എത്തിയത്? എൻ്റെ കുട്ടിക്കാലം, എൻ്റെ നാട്, എൻ്റെ നാട്ടുകാരൊക്കെ, നമ്മുടെ നാടെപ്പോഴും ഒരു സാംസ്കാരികമായ അന്തരീക്ഷം ഉണ്ടായിരുന്ന കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും നാടകങ്ങളും കലാപ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്ന പരിസരത്താണ് നമ്മളും ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ നാട് കടമ്പനാട്, എൻ്റെ കുട്ടിക്കാലം മൊത്തം നാടകപ്രവർത്തകരുടെയും, എൻ്റെ നാട്ടിലെ എല്ലാ വീട്ടിലും ആളുകൾ ഏതെങ്കിലും തരത്തിൽ നാടകപ്രവർത്തകരും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ വളരെ ചെറുതിലെ പാട്ടുകൾ കേൾക്കുന്നത് എൻ്റെ മുത്തശ്ശിയിൽ നിന്നാണ്. ഞാൻ അവിടെ നിന്നാണ് ഈ പാട്ട് കേൾക്കുന്നത്. ആ മുത്തശ്ശി ആരാണ്? അവരുടെ പേരെന്താ? അവരെന്തൊക്കെ ചെയ്തിരുന്നു? ഭഗവതി അമ്മാളെന്നാണ് എൻ്റെ അമ്മയുടെ പേര്. ഈ 108 വയസ്സ്, 108 വയസ്സിൽ കൂടുതൽ കാലം അവർ ജീവിച്ചിരുന്നു. അമ്മയുടെ അമ്മയായിരുന്നു? അച്ഛൻ്റെ അമ്മയാണ്. അപ്പം അച്ഛൻ്റെ അമ്മയാണ് ആയിരക്കണക്കിന് പാട്ടുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ അച്ഛൻ്റെ അമ്മ വീട്ടിൽ തന്നെ ഇരുന്നിരുന്ന ഒരു വീട്ടമ്മയായിരുന്നു അതോ എന്തെങ്കിലും? അല്ല, അവിടുത്തെ നമ്മുടെ തറവാടിൻ്റെ ഒരു സ്ഥലത്തിൽ ജീവിക്കുന്ന ഒരു അമ്മയായിരുന്നു. അവിടുത്തെ പഴയ കാലത്തെ കൊച്ചു നമ്പുരാട്ടി എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന അവിടുത്തെ വീട് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു അമ്മയാണ്. ധാരാളം പാട്ടുകളുടെ കലവറയായിരുന്നു അവർ. എല്ലാത്തിലും പാട്ട് ചെയ്യും. ആ അമ്മൂമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു പാട്ടെന്താണ്? അവരെപ്പോഴും പാടിക്കൊണ്ടിരുന്നതോ അവർ പാടി ജയചന്ദ്രൻ പഠിച്ചതോ ആയ ഒരു പാട്ട്? ചിറ്റുപലക ചീരുപലക ചിറ്റനാട്ടുണ്ണിപ്പലക ഈ പലകയ്ക്ക് കുറ്റം പറയുന്നവർ പാണ്ടിനാട് പണയം തരാം
ഇങ്ങനെ പാടിക്കളയും. ചുറ്റുപലക ചിരുപലക ചിറ്റനാട്ടുണ്ണിപ്പലക, ഈ പലകയ്ക്ക് കുറ്റം പറയുന്നവർക്ക് പാണ്ടിനാട് പണയം തരാം, ഈ പലകയ്ക്ക് കുറ്റം പറയുന്നവർക്ക് പാണ്ടിനാട് പണയം തരാം, ഇങ്ങനെ പറയും, ഇങ്ങനെ പാടാറുണ്ട്. അപ്പോൾ വിനയചന്ദ്രൻ മാഷെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആലാപന ശൈലിയാണല്ലോ. പക്ഷേ ഈ അമ്മച്ചി ഇങ്ങനെ പാടാറുണ്ട്. ഇതിന്റെ ഇങ്ങനെ പാടിയിരുന്നു. കടമ്പനാടും കല്ലടയും ഒക്കെ ആയിട്ട് വളരെ. അപ്പോൾ വിനയേന്ദ്രൻ മാഷുടെ ആ ആലാപന ശൈലി ഒരു വ്യക്തി ശൈലിയല്ല, അതൊരു ഒരു പ്രാദേശിക ശൈലിയാണ്, നാട്ടിൻ്റെ ശൈലിയുണ്ട്. അതിൽ നിന്നൊക്കെ സംശീലിച്ചതാണ് വിനേന്ദ്ര സാറിൻ്റെ. പക്ഷേ കടമ്പനാട് കല്ലട എന്നൊക്കെ പറഞ്ഞാൽ അതിന് അങ്ങനെ ഒരു ശബ്ദ സ്വഭാവം ഉണ്ട്. ഊഞ്ഞാലോ പാണ്ടിയാലോ കുളക്കോഴി അമ്മ മുട്ടയിട്ടേ, ഊഞ്ഞാലോ പാണ്ടിയാലോ കുളക്കോഴിയമ്മ മുട്ടയിട്ടേ. ഈ ഊഞ്ഞാലിൻ്റെ ആട്ടത്തിലാണ്, നമുക്കത് ഇങ്ങനെ മയക്കത്തിൽ കേൾക്കാം. ആ ഊഞ്ഞാൽ ഇങ്ങനെ ആടി, പെണ്ണുങ്ങളാണ് രാത്രിയിൽ പെണ്ണുങ്ങൾ ഇങ്ങനെ ആടുന്നത്. എൻ്റെ അമ്മയാണ് ഈ പാട്ട് പാടിക്കൊടുക്കുന്നത്. അങ്ങനെ പതുക്കെ അങ്ങ് തുടങ്ങുകയാണ്. അശകോശലേ പെണ്ണുണ്ടോ ശ്രീകോശാവാലും പെണ്ണുണ്ടോ ചാമിരണ്ടും പെണ്ണുണ്ടോ തൃക്കാമേനി മാപ്പിളയ്ക്ക്. അശകോശലേ പെണ്ണില്ല ശ്രീകോശാവാലും പെണ്ണില്ല ചാമിരണ്ടും പെണ്ണില്ല തൃക്കാമേനി മാപ്പിളയ്ക്ക്. ഒരു കൊടുക്കാ പൊന്നും തരാം പൊന്നിട്ട പെട്ടകം പൂട്ടിയും തരാം പൂട്ടാത്താക്കൊലൊളിച്ചും തരാം പെണ്ണിനെ തരുവോടി മാതൂരേ. ഒരു കൊടുക്കാ പൊന്നും വേണ്ട പൊന്നിട്ട പെട്ടകം പൂട്ടിയും വേണ്ട പൂട്ടാത്താക്കൊലൊളിച്ചും വേണ്ട പെണ്ണിനെ കിട്ടാ മാതൂരേ. ഇങ്ങനെ പോടും. 1.5 അരിയും കാശും ഫീസും തന്ന പെണ്ണിനെ തരുവോടി മാതൂരേ. 1.5 അരിയും കാശും ഫീസും തന്ന പെണ്ണിനെ കിട്ടാ മാതൂരേ. 10.5 അരിയും കാശും ഫീസും തന്ന പെണ്ണിനെ തരുവോടി മാതൂരേ. ഒരു കാതം വഴി നടന്നു വെയിലുകൊണ്ടു ഞാൻ വരുമ്പോൾ ഒരടയ്ക്കാമോടം വെട്ടി തണ്ണിതായോ തൊഴിമാരേ. തണ്ണീതാ മണിക്കണറ്റിൽ പാളയിതാ തൊടിത്തടത്തിൽ താക്കോലിതാ മേപ്പടിയിൽ വന്നവരേ കോരിക്കൂടി. ഇത് കഥാഗാനങ്ങളാണ്. പാട്ടിൽ താല്പര്യമുള്ള കുട്ടികളെ പിടിച്ച് പാട്ട് പഠിപ്പിക്കുക, പാട്ട് എന്ന് പറയുമ്പോൾ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുക, അങ്ങനെ ഒരു രീതി ഉണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ. അതിന് ജയചന്ദ്രൻ വിധേയനായിട്ടുണ്ടോ? ഇല്ല, ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ ശരിക്കും ഞാൻ പാട്ടുകാരനായിട്ടല്ല ശരിക്കും പറഞ്ഞത്. നാടകം അതുപോലെ ഇത് ചെയ്യുക, ഈ പാട്ട് എനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിയത്തൊന്നുമില്ലായിരുന്നു സത്യത്തിൽ. എൻ്റെ വളരെ എൻ്റെ നാട്ടിൽ കാക്കാരശ്ശി നാടകം ഉണ്ടായിരുന്നു. കാക്കാൻ എന്ന് പറഞ്ഞാൽ തനിക്കാക്കാൻ, അതേപോലെ വേടൻ തനി വേടൻ, തമ്പുരാൻ അങ്ങനെ കാക്കാത്തി. ഞാൻ ചെറിയ കാക്കാത്തി വേഷം കിട്ടുക. കാക്കാത്തി വേഷം കെട്ടുമായിരുന്നു. കാക്കാത്തി ആയിരുന്നു ഞാൻ. ആ കാക്കാരശ്ശി നടത്തിലെ കാക്കാത്തി ആയിരുന്നു ഞാൻ. ചുണ്ടലി കണ്ടലിഞ്ഞു മുരക്കട്ടിൽ ഇങ്ങനെ പന്ത്രണ്ടലികൾ കൂടി ഭഗവാനിരിക്കുന്ന പഴക്കൊല കാരണമാണ്, ഭഗവതിക്കിരിക്കുന്ന പച്ചരി തിന്നണം, കെട്ടിയ പെണ്ണിൻ്റെ താലി കാരണമാണ്, കെട്ടാത്ത പെണ്ണിൻ്റെ തലമുടി കാരണമാണ്, തകർന്നോ ഇന്തിത്തു ഓടിച്ചെല്ലാം ഓച്ചറക്കിഴക്ക് പിണറെ കയറണം, പിണറയ്ക്ക് പറിക്കണം, പൊട്ടക്കണം, കുട്ടിക്കണം, കൊല്ലനെ വിളിക്കണം, കുടിലിട്ട് പിടിക്കണം, തകർന്നോ ഇന്തിത്തു. അങ്ങനെ ശാസ്ത്രീയ സംഗീതം പഠിക്കാത്തത് കൊണ്ട് പിന്നീട് ഒരു നാടൻപാട്ട് കലാകാരനും പെർഫോമറും ഒക്കെ ആയി മാറിയപ്പോൾ എന്തെങ്കിലും നഷ്ടം പറ്റി എന്ന് തോന്നിയിട്ടില്ല? പാട്ട് പഠിച്ചിരുന്നെങ്കിൽ ഒരു ഫോക്ക് ഗായൻ പറ്റില്ല. കേരളത്തിൽ ഒരു ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ചട്ടക്കൂടെന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമാണ്. ചിട്ടപ്പെടുത്തിയ ശാസ്ത്രീയ സംഗീതത്തിന് എതിരാണോ ജയചന്ദ്രൻ? എതിരല്ല. എതിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാടൻ പാട്ട് പ്രത്യേകിച്ചും അവസ്ഥകളാണ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇപ്പം കുട്ടനാട്ടിലെ കൊയ്ത്ത് സമയത്ത് അവൻ ആ ചേറിൽ പണിയെടുക്കുമ്പം അവൻ ചേറിൽ മണിക്കൂറോളം ദിവസങ്ങളോളം നിന്ന് ശരീരത്തിൽ വാദത്തിൻ്റെയും രോഗത്തിൻ്റെയും എല്ലാം കടന്ന് പട്ടിണിയും ദുരിതവും വേദനയും കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം വേദനിക്കുന്ന അവൻ്റെ ഉള്ളിൽ നിന്നിരുന്ന പ്രതിഷേധത്തിൻ്റെ നിലവിളി എന്ന് പറഞ്ഞാൽ ഈ സംഗീതത്തിൽ ചിട്ടപ്പെടുത്തിയതല്ലല്ലോ. തീർച്ചയായും മനസ്സിലായോ? അവൻ്റെ നിലവിളിയാണ്. അപ്പോൾ ആ നിലവിളിയുടെ അവിടെ അവൻ ചിലപ്പോൾ വരികൾ ഉണ്ടാക്കി പോലും പാടിപ്പോകും. ഒരു തുണ്ടു കരിക്കും തന്ന് തമ്പ്രാൻ എന്നെ പറ്റിച്ചേ, ഒരു തുണ്ടു കരിക്കും തന്ന് തമ്പ്രാൻ എന്നെ പറ്റിച്ചേ, ഒരു ചിരട്ട കള്ളും തന്ന് കൊല ചെയ്യും നീ, ഒരു ചിരട്ട കള്ളും തന്ന് കൊല ചെയ്യും നീ. അതിനുള്ളിൽ പല നിലവിളികളുണ്ട്. അപ്പം അവസ്ഥകളിൽ നമ്മൾക്ക് അത്തരം സംഗീതത്തിലേക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അവസ്ഥ അപ്പം പ്രതികരിക്കാമല്ലോ. അപ്പോൾ കടുവ
ആദിവാസികളുടെ ഇടയിൽ അവർ പ്രാപ്തരാക്കുന്നത് ഈ പ്രത്യേക രാഗത്തല്ല, അത് കടുവകളെയും ഭീകരജീവികളെയും ഒക്കെ അതിജീവിക്കാനും കാട്ടിലെ പേമാരികളെയും ഒക്കെ അതിജീവിക്കാൻ കുട്ടികളെയും മനുഷ്യരെയും ഒക്കെ പ്രാപ്തരാക്കുന്ന പാട്ടുകളെയും താളങ്ങളുടെയും അവർ ശരീരത്തെ പ്രത്യേക തരത്തിലേക്ക് രൂപപ്പെടുത്തുന്ന ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള അവസ്ഥ രൂപപ്പെടുത്തുന്ന താളങ്ങളും പാട്ടുകളുമാണ്. എന്ന് വെച്ചാൽ ഞാൻ ക്ലാസിക്കലിനെ മോശമായി പറയുന്നതല്ല. അല്ല, മനസ്സിലായി. വിഷുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വിധ സമയത്ത് ഏറ്റവും മികച്ചതെന്നോ മറക്കാൻ പറ്റാത്തതെന്നോ തോന്നും വിധം മനസ്സിൽ എഴുതി വെച്ചിരിക്കുന്നൊരു പാട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെല്ലാമാണടു പണി, ഞങ്ങളുടെ നാട്ടിലൊക്കെ കന്നുപൂട്ടലാണ്. കന്നുപൂട്ടലെങ്ങനടി മോതിരക്കുറത്തി, കന്നുപൂട്ടലങ്ങനെ പിന്നിങ്ങനെ പിന്നങ്ങനെ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെല്ലാമാണടു പണി, ഞങ്ങളുടെ നാട്ടിലൊക്കെ. നടുനീളെ പന്തലിട്ട് നാട്ടുകാരും വന്നേ, നടുനീളെ പന്തലിട്ട് നാട്ടുകാരും വന്നേ. മംഗളങ്ങൾ പാടുവാനായി പാക്കനാരും വന്നേ, മംഗളങ്ങൾ പാടുവാനായി പാക്കനാരും വന്നേ, മംഗളങ്ങൾ പാടുവാനായി പാക്കനാരും വന്നേ. വിത്തിലിൻ്റെ കാലങ്ങൾ വിളിച്ചു പറയും അതിൻ്റെ ആഘോഷങ്ങളിൽ നിന്ന് നേരെ അങ്ങോട്ട് കറുത്ത പെണ്ണേ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കുതിച്ച് കാടുവെട്ടി പദം വരുത്തി, കാടുവെട്ടി പദം വരുത്തി, പദം വരുത്തി തിന വിതച്ചേ. കാടുവെട്ടി പദം വരുത്തി, പദം വരുത്തി തിന വിതച്ച്. തിന തിന്നാൻ കിളിയിറങ്ങി, കിളിയാട്ടാൻ പെണ്ണിറങ്ങി. അവളിറങ്ങി വളകിലുങ്ങി, അവളിറങ്ങി വളകിലുങ്ങി, വളകിലുങ്ങി കിളി പറന്നു. അവളിറങ്ങി വളകിലുങ്ങി, വളകിലുങ്ങി കിളി പറന്നു. അവളിറങ്ങി വളകിലുങ്ങി, വളകിലുങ്ങി കിളി പറന്നു. കറുത്ത പെണ്ണേ. ഇത് നമ്മുടെ കടമ്മനിട്ടയുടെ ആലാപന ശൈലിയുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്. അതും സത്യത്തിൽ ഇങ്ങനെയുള്ള നാടൻ പാട്ടുകളിൽ നിന്നുള്ള നാടൻ പാട്ടിൽ നിന്ന് അദ്ദേഹം എടുത്തിട്ടുണ്ട് ആ വരികൾ. കറുത്ത പെണ്ണേ കരിങ്കുഴലി. ഇത് കറുത്ത പെണ്ണേ കരിങ്കുഴലി എന്ന പാട്ടിന് കൊടുത്ത ഈ ആലാപന ശൈലി കടമ്മനിട്ടയുടേതാണോ അതോ ശൈലി അദ്ദേഹം എടുത്താണ്? കറുത്ത പെണ്ണേ കരിങ്കുഴലി മറ്റില്ല, കടമ്മനിട്ട അത് എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ മലയാണല്ലോ, മലയും കല്ലും മലയും കുന്നുകളും നിറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെ കിഴിവാരത്താണല്ലോ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ആ പടയണിയുടെയൊക്കെ സംസ്കൃതിയുടെയൊക്കെ ഭാഗം ആകും സ്വാഭാവികമായിട്ടും അത്തരം പാട്ടുകൾ പാടുമ്പം അങ്ങനെ അതുകൂടി വരും. ഇങ്ങനെയുള്ള പാട്ടുകൾ പാടിയും കളിച്ചും ഒക്കെ വളർന്ന ജയചന്ദ്രൻ നാടൻ പാട്ട് മേഖലയിൽ എത്തി. അത് തന്നെ ജീവിത വൃത്തിയായി സ്വീകരിച്ചതിൽ ഒരു അത്ഭുതവുമില്ല, അതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ പാട്ട് പാടി മാത്രം ജീവിക്കുക എന്ന് തീരുമാനിക്കുന്നത് അസാധാരണമൊന്നുമല്ല. പക്ഷേ സ്കൂളുകളിലൊക്കെ ചെന്ന് ആ കുട്ടികളെ ഏക കലാകാരൻ ഒറ്റ അംഗ സംഘവും കൊണ്ട് വിനോദിപ്പിച്ച് അവിടെ നിന്ന് കുട്ടികളിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കാം എന്ന അതിസാഹസികമായ ഒരു തീരുമാനം ഇക്കാലത്ത് എങ്ങനെ കൈക്കൊള്ളാൻ കഴിഞ്ഞു? ഭയങ്കര ഉത്തരവാദിത്തമല്ലേ നമ്മൾ. അതാണ് അവിടെയാണ് നാടൻ പാട്ടിലുള്ള വിശ്വാസം കൊണ്ടാണോ? നാടൻ പാട്ടിലുള്ള വിശ്വാസവും നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം, സാമൂഹികമായ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അത് ചെറിയ കാര്യമല്ല. ഇന്ന് മൊത്തം പ്രൊഫഷണലാണല്ലോ എല്ലാ മേഖലയും. സ്വാഭാവികമായും പ്രൊഫഷണൽ ഇതിലേക്ക്. കാരണം നമ്മളൊക്കെ ഒരു കാലം വരെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് സമൂഹത്തിൽ ജീവിച്ചിട്ടുള്ളത്. നമ്മൾ എത്ര കാലം ഇപ്പോൾ പാട്ട് തേടി പോവുക എന്നൊക്കെ പറഞ്ഞത് ഒരു ജീവിത വ്രതമായി സ്വീകരിക്കുക. എത്രയോ കാലം സഞ്ചരിക്കുക, ഏത് വഴിക്കാണ് പോകുന്നത് ഒരു പിടിയില്ല, എങ്ങോട്ടാണ് പോയി നോക്കുകയോ തിരിച്ചു വരിക, ഒരുപാട് മനുഷ്യരോടൊപ്പം സഞ്ചരിക്കുക, അവരുടെ നിന്ന് പാട്ടുകൾ കണ്ടെത്തുക, ആ കാലത്തെക്കുറിച്ച് പഠിക്കുക, അവിടുത്തെ ആളുകളുമായി സംസാരിക്കുക, അവിടുത്തെ സംസ്കാരം ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷയല്ലോ. നാളെ ഇത് വലിയ മഹാസംഭവമായി തീരുമെന്ന് പറയാം. അപ്പോൾ അത് അങ്ങനെ പോവുകയാണ്. അതൊന്നും പ്രതീക്ഷിച്ചല്ല. അപ്പോൾ ഇപ്പോൾ ഒരു സ്കൂൾ മുറ്റത്ത് ചെന്ന് കുട്ടികളെ വിളിച്ച് സ്കൂൾ അധികൃതരുടെ അനുവാദത്തോടു കൂടി ഒരു പെർഫോമൻസ് നടത്തി അവിടെ നിന്ന് അതിനുള്ള ഒരു ചെറിയ പ്രതിഫലവും വാങ്ങി പിരിഞ്ഞു പോകുമ്പോൾ ജയചന്ദ്രൻ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത് പുതിയ തലമുറ. അല്ല, ഞാൻ ചെയ്യുന്നത് അവരിപ്പോൾ പൈസ തരികയോ അല്ലെങ്കിൽ തരാതിരിക്കുകയോ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമല്ലോ.
ഇന്നലത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ വരാൻ പോകുന്ന മഹാദുരന്തങ്ങളെക്കുറിച്ച് ഉള്ള ഓർമ്മപ്പെടുത്തലാണ് ഞാൻ എപ്പോഴും പാടുമ്പോൾ ഞാൻ എപ്പോഴും അതാണ് പറഞ്ഞത്. പാട്ടിലൂടെ എപ്പോഴും ഞാൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അല്ലാണ്ട് ഒരു പാട്ട് പോയിട്ട് ഇത് കാണിക്കലല്ല. എല്ലാ പാട്ടിലും അതിൻ്റെ ഉള്ളിലൂടെ അത് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കുട്ടികളെ ഓർമ്മപ്പെടുത്തുന്നു. നിനക്ക് ചുറ്റുമുള്ള നിൻ്റെ ഔഷധസസ്യങ്ങളെ നീ തന്നെ തള്ളിപ്പറയുന്ന തലത്തിലേക്ക് നിന്നെ എത്തിച്ചത് ആരാണ് എന്ന് നിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നീ നാളെ തിരക്കി നടക്കും, നീ കറുകെ തിരക്കി നടക്കും, നീ പൂവാങ്കുറിൽ തിരക്കി നടക്കും, നീ മുക്കൂറ്റി തിരഞ്ഞ് നടക്കുന്ന കാലം വരും. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അത് അവനെ അല്ല ഓർമ്മപ്പെടുത്തെങ്കിൽ പോലും അത് കേൾക്കുന്നവരെങ്കിലും ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി നമുക്ക് തന്ന എല്ലാ ഔഷധങ്ങളും അവൻ മറന്നുപോയി. എൻ്റെ തലമുറ അത് മറന്നുപോയി. അതാരാണ് അവൻ എൻ്റെ തലയിൽ നിന്ന് മറന്നു കളയിച്ചത്? അതെങ്ങനെയാണ് നീ അത് കാണണ്ട എന്ന് പറഞ്ഞത് ആരാണ്? അപ്പോൾ എനിക്കിത് എന്നെ സംബന്ധിച്ച് അത് വലിയ വേദനയാണ്. ഇതൊരു പരിസ്ഥിതി പ്രവർത്തകൻ്റെ ശബ്ദം പോലെ, ലോകവ്യാഖ്യാനം പോലെ തോന്നുന്നു. പരിസ്ഥിതി പ്രവർത്തകനാണോ? ഞാൻ പരിസ്ഥിതി പ്രവർത്തനമാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് വേറെ ആളുകളാണ്. എൻ്റെ ഇത് പറഞ്ഞോണ്ടി. അപ്പോൾ കലാകാരൻ എന്ന നിലയിൽ കലാകാരൻ്റെ റോളാണ് ഇവിടെ. കലാകാരൻ എന്തായിരിക്കണം? പാട്ടുകാരനാണെങ്കിൽ പാട്ടുകാരൻ്റെ റോളുണ്ട് സമൂഹത്തിൽ. ആ റോളാണ് ഞാൻ നിർവഹിക്കുന്നത്. അത് പരിസ്ഥിതിയാകാം, അത് എൻ്റെ വെള്ളം, എൻ്റെ ജനത കുടിക്കേണ്ട വെള്ളത്തെക്കുറിച്ചാണ് ഞാൻ പാടുന്നതെങ്കിൽ അതെൻ്റെ റോളാണ്. ഏത് കലാകാരനും ഇത്തരം ഒരു ഉത്തരവാദിത്വം സമൂഹത്തോടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ നിർവഹിക്കുന്നത്. പുതിയ കാലത്തെ ഒരു 2 ധാരകളെങ്കിലും നാടൻപാട്ട് രംഗത്ത് ഉണ്ട് എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പറയും. ഞങ്ങൾ അങ്ങനെയൊക്കെ പെട്ടെന്ന് കയറി മുദ്രയടിച്ച് കളയുള്ളൂ. ഒന്ന്, നാടൻപാട്ടിൻ്റെ രീതിയിൽ പിന്തുടർന്ന് പോകുന്ന ആളുകൾ, താങ്കളെയൊക്കെ പോലുള്ളവർ. മറ്റു ചിലർ നാടൻപാട്ടുകളെ പോലും മാറ്റുന്ന ഒരു പ്രവണത, അതിനെ കൂടുതൽ മോഡേണൈസ് ചെയ്യുന്ന, അതിനെ കൂടുതൽ ആംഗലേയവൽക്കരിക്കുന്ന ഒരു പ്രവണതയും നാടൻപാട്ട് രംഗത്ത് സജീവമാണെന്ന് തോന്നുന്നു. ഈ 2 തരത്തിലുള്ള പ്രവണതയും കാണുന്നില്ലേ താങ്കൾ? അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ അതിൽ കുറ്റം പറയാൻ കാര്യമില്ല. കാരണം ലോകത്ത് മൊത്തം മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ടേസ്റ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പുതിയ ജനറേഷന് പഴയ പാട്ടുകൾ അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അവർ പക്ഷേ പുതിയ ടേസ്റ്റുകളിലാണ്, അവർ പുതിയ പരീക്ഷണങ്ങളിലേക്ക് പോകും. അപ്പം ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ പറ്റുന്നത് നമ്മുടെ ഫോക്കിൽ നിന്നാണ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫോക്കിൽ കിടക്കുന്ന സാധനം പെട്ടെന്ന് എടുത്ത് ഉപയോഗിച്ചാൽ ആളുകൾ പെട്ടെന്ന് അത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ വളരെ ശ്രദ്ധേയമായൊരു നാടൻ പാട്ടാണ് കൈതോല പായ വിരിച്ച്. ഞാനൊക്കെ കേട്ടിട്ടുണ്ട്, അത് ധാരാളം കേട്ടിട്ടുണ്ട്, പരമ്പരാഗത രീതിയിൽ തന്നെ കേട്ടിട്ടുണ്ട്. അത് യാദൃച്ഛികമായി ഒരു അമേരിക്കക്കാരിയായ ഒരു പെൺകുട്ടി നന്നായി പാടി ഞാൻ കേട്ടു. അത് യൂട്യൂബിലിട്ടു. അതിന് അതിൻ്റേതായ ഒരു വശ്യതയുണ്ട്. പക്ഷെ അതേ തുടർന്ന് മലയാളത്തിൽ പാടുന്നവർ ആ പെൺകുട്ടിയുടെ മലയാളം അറിയാത്ത ഉച്ചാരണ ശൈലിയിലുള്ള മലയാളം അനുകരിച്ചുകൊണ്ട് ഇംഗ്ലീഷിൻ്റെ നിഴലായിട്ട് ഉള്ള മലയാളം ആലാപന രീതിയിലേക്ക് വരുന്നൊരു കാഴ്ചയും കൂടി നമ്മൾ നല്ലതാണോ അത്? ഞാൻ ആ സാഹിബ് മദാമ പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പൊലിച്ച് കാതു കുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ, കാതു കുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ. ആ ഏ ഓ കുന്നത്തങ്ങാടി ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ളു കുടിച്ച്, കുന്നത്തങ്ങാടി ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ളു കുടിച്ച് ആടിയപ്പ വരും നിന്റെ അങ്ങളമാരു പൊന്നേ, ആടിയപ്പ വരും നിന്റെ അങ്ങളമാരു പൊന്നേ. ആഹാ അല്ല, ജയചന്ദ്രൻ ഇത് പാടുന്നത് മലയാളി പാടുന്നത് പോലെയാണ്. പക്ഷെ മറ്റ് പല യൂട്യൂബ് ഗായകരും അത് പാടുന്നത് ആ മദാമ പെൺകുട്ടിയെ അനുകരിച്ച് ഇംഗ്ലീഷ് രീതിയിലാണ്. അത് ശരിയാണ്. മദാമ കുറച്ചുകൂടി നന്നായിട്ടാണ് പാടിക്കുന്നത്. മദാമ നന്നായിട്ടാണ് പാടിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ആളുകൾ പാടിക്കുന്നത് ഉച്ചാരണത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് അതിന് മീനിങ് മനസ്സിലായിട്ടുണ്ട്. ആ ശബ്ദ തരംഗം കൊണ്ട് അവർക്കറിയാം അതിനകത്ത് എന്തോ ഒരു സാധനം. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് എന്താ മനസ്സിലാവുക വെച്ചാൽ എന്ന് പറയുന്ന സാധനം വേദനയും ആ കുഞ്ഞു പറയുന്ന ആയാണ്. ഇവരാണെങ്കിൽ വെടി വെക്കുന്നുണ്ട്. ഓ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ഒരു വെടി വെക്കുന്ന പോലെയാണ് നമ്മുടെ പിള്ളേർ പാടുന്നത്. അപ്പോൾ ഈ 2 അർത്ഥമാണ്. ഇപ്പം ഞാനിപ്പം നമ്മൾ വേറെ പാട്ട് ഞാൻ ഇപ്പോൾ അടുത്ത കേരളത്തിൽ പുട്ടൽ ഉറുമ്പരിച്ച് എന്ന് പറഞ്ഞാൽ, അപ്പം ഞങ്ങളൊക്കെ പാടി കിടന്ന പാട്ടുകളാണ് പണ്ട്. അത് വളരെ വേദനയോടെ ഉള്ളൊരു പാട്ടാണ്. ഉയരെ മുകിലിൻ നിരകളും
ഞാറ്റുപാട്ടിന്നീണവും ഉയരുമെന്നും ഈ ഏകഗാനം ധരണിയുള്ളൊരു കാലവും ഉയരെ മുകിലിൻ നിരകളും ഞാറ്റുപാട്ടിന്നീണവും ഹൊയ്യാരേ ഹൊയ്യാ ഹൊയ്യാരേ ഹൊയ്യാരേ ഹൊയ്യാ ഹൊയ്യാരേ പുട്ടേലൂറും വരിച്ചേ തെയ്യന്താരാ വട്ടിവാലം വിരിഞ്ഞേ തെയ്യന്താര തകതാരതാര പുട്ടേലൂറും വരിച്ചേ തെയ്യന്താരാ വട്ടിവാലം അങ്ങനെ നീണ്ടുപോകുന്ന അതിഭീകരമായ ദുരിതത്തിൻ്റെയും പട്ടിണിയുടെയും ഒരു കാലത്തെ ഓർമ്മിപ്പിക്കുന്ന വളരെ വേദന നിറഞ്ഞ ഒരു പാട്ടാണത്. മനസ്സിലായി? അല്ല, ഈ പാട്ടിന്റെ ആദ്യ ഭാഗത്ത് പാടിയത് പുതിയ വരികളാണ്. നാടൻ പാട്ട് കലാവേദിയിൽ പുതിയ പാട്ടുകൾ പിറക്കണം തീർച്ചയായിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരു ഗായകനാണ് ജയചന്ദ്രൻ. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ? നാടൻ പാട്ടുകൾ മാത്രം പാടി നടക്കുന്ന നാടോടി ഗായകരുമുണ്ട്. എന്തുകൊണ്ടാണ് പുതിയ പാട്ടുകൾ പുതിയ കാലത്തിനൊത്ത് ഉണ്ടാകണം, അത് നാടൻ പാട്ട് വേദികളിൽ മുഴങ്ങണം എന്ന് ജയചന്ദ്രൻ ആഗ്രഹിക്കുന്നു? തീർച്ചയായും പഴയ കാലത്തെ കാര്യങ്ങൾ, ഭാഷകൾ പുതിയ ജനറേഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വലിയ സമയമെടുക്കും. പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പുതിയ ഭാഷകൾ പുതിയ തലമുറയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കണം. ഒപ്പം നമ്മുടെ സാമൂഹികമായ വിഷയങ്ങൾ അവതരിപ്പിക്കണം, അവനെ ഓർമ്മപ്പെടുത്തണം. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് പുതിയ പാട്ടിലൂടെ വരേണ്ടത്. അതിനാണ് നമ്മൾ പുതിയ പാട്ടുകൾ ഉണ്ടാവണം. ജയചന്ദ്രൻ്റെയും പുതിയ പാട്ടുകളുണ്ടോ? തീർച്ചയായിട്ടും. പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ചെയ്തൊരു പാട്ടാണ്. നല്ല വെള്ളം വേണം, നല്ല വായു വേണം, നല്ല നെല്ലു കതിരിടും നല്ല വയലു വേണം, നല്ല പുഴകൾ കേൾക്കേ, നല്ല മലകൾ കാണേ, നല്ല കിളികൾ പാടും നല്ല നാൾ വരേണം. ഇന്നിനോട് പാടുക നാളേക്കായി പാടുക, ഇന്നിനോട് പാടുക നാളേക്കായി പാടുക, നല്ല വെള്ളം ഞങ്ങളുടെ ജന്മാവകാശം, നല്ല വെള്ളം ഞങ്ങളുടെ ജന്മാവകാശം. കാടരായിരുന്നു നാം കാടു നമ്മുടമ്മ, ഇടയരായിരുന്നു നാം മേടു നമ്മുടമ്മ, കാടരായിരുന്നു നാം കാടു നമ്മുടമ്മ, ഇടയരായിരുന്നു നാം മേടു നമ്മുടമ്മ, ആറും മീനും ആടും മാടുമൊക്കെ നമ്മൾക്കമ്മ, മണ്ണു നമ്മൾക്കമ്മ മണ്ണിനിന്നൊരുമ്മ, മണ്ണു നമ്മൾക്കമ്മ മണ്ണിനിന്നൊരുമ്മ. വളരെ സന്തോഷം ജയചന്ദ്രൻ ഇത്രയും നേരം വിഷുവിനെ കുറിച്ച് പറഞ്ഞു.